എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ അൽഫാമാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് പശുവിൻ പാലില്ലേ അത് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂണ് വിനാഗിരി, ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ടാൽ, കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പിട്ട നന്നായി മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചിക്കൻ നന്നായി വരഞ്ഞതാട്ടാ ഇതിലിട്ടേക്കാം. 4 പീസ് ഉണ്ട് കേട്ടോ. ഈ 4 പീസും നമുക്ക് ഇതിലേക്ക് ഇട്ടേക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഒരു 2 മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ ഇട്ട് വെക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടാ. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ടീസ്പൂണ് മല്ലി, ഒരു 6 വറ്റൽമുളക് ഇട്ടാം, ഒരു ചെറിയ ടീസ്പൂണ് പെരിഞ്ജീരകം, 2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, തക്കോലം, ഒരു ഏലക്കായ കേട്ടോ. ഇത് ഇടാട്ടെ. എനിക്ക് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഓഫാക്കാം. നമുക്കിത് ചൂടാറിയിട്ട് ഇത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഇത് ഊറ്റിയെടുക്കാം കേട്ടോ. ഞാനതൊരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം എടുക്കാം. നമുക്ക് 3 ടീസ്പൂണ് തൈര് ഇടാം കേട്ടോ ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടാൽ, ഒരു ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് ഉപ്പ് ഇട്ടാൽ നന്നായി അതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ ചിക്കൻ ഇതിൽ പുരട്ടി വയ്ക്കാം. ഇപ്പം എല്ലായിടത്തും ഇത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 അല്ലി ചുവന്നുള്ളി, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, 7 മുളക് ഇട്ടാൽ, ഇത് എരിവില്ലാത്ത മുളകായാണ് ഇട്ടത് കേട്ടോ. എരിവുള്ളതാണെങ്കിൽ 4 ഇട്ടാൽ മതി. പിന്നെ ഒരു കഷ്ണം, വലിയ കഷ്ണം ഇഞ്ചി, മല്ലിയില. ഇതൊന്ന് നന്നായി അടിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇത് പൊടിച്ചുവെച്ച മസാല ഇടാം കേട്ടോ. ഇതിലേക്ക് ഉപ്പും കൂടി ഇടണം കേട്ടോ. ഞാനത് മറന്നു. ഞാനിത് ചിക്കൻ്റെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഓരോന്ന് ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തേക്കാം. നമുക്ക് ചിക്കനിൽ ഈ മസാല പരട്ടി വയ്ക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് മൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് വെച്ചോളൂ കേട്ടോ. ഈ മസാല ഇടുമ്പോഴേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഓഫാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചുടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വശമാവട്ടെ. ഞാൻ മറിച്ച് വെക്കട്ടെ കേട്ടോ. ഇത് ഞാനിത് എടുക്കട്ടെ കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.